പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നു നാം ഒരുമിച്ച് ധ്യാനിക്കുവാൻ പോകുന്നത് ഒരു ആത്മീയ ഗൗരവമുള്ള ഒരു തിരുവചനമാണ്. അത് 2 തിമോഥെയോസ് 2-ാം അധ്യായം 19-ാം വാക്യമാണ്. ഇവിടെ ഇപ്രകാരം നാം കാണുന്നു: കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര. ആമേൻ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, ഈ വചനം ഒരു വാഗ്ദാനവും അതേസമയം തന്നെ ഒരു ഉത്തരവാദിത്വവുമാണ് നമ്മോട് വിളിച്ചു പറയുന്നത്. ദൈവം നമ്മെ അറിയുന്നു എന്ന പരമമായ സത്യവും, എന്നാൽ നാം ദൈവത്തിന് അനുയോജ്യമായിട്ടാണോ ജീവിക്കുന്നത് എന്ന ചോദ്യവും ഉയർത്തുന്ന ഒരു വലിയ വാഗ്ദാനത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഒരു തിരുവചനമാണ് ഈ വചനവാക്യം. പ്രിയ ദൈവമക്കളെ, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ദൈവത്തിൻ്റെ അറിവ് മനുഷ്യരുടെ അറിവ് പോലെയല്ല. അവൻ നമ്മുടെ പുറമേയുള്ള രൂപം, നമ്മുടെ പുറമേയുള്ള സൗന്ദര്യം, ഇവയൊന്നും അവൻ നോക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, നിന്റെ ഉള്ളം നോക്കിയാണ് ദൈവം നിന്നെയും എന്നെയും അറിയുന്നത്. പ്രിയ ദൈവമക്കളെ, നിന്റെ വേദനകൾ അവൻ അറിയുന്നുണ്ട്, നിന്റെ പോരാട്ടങ്ങൾ അവൻ കാണുന്നുണ്ട്, നിന്റെ വിശ്വാസം അവൻ വിലമതിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ക്രൈസ്തവ സഭാ പാരമ്പര്യമനുസരിച്ച് ദൈവം അറിയുന്നവൻ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ജീവിക്കുന്നവനാണ്. നാം ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, ഞാൻ ദൈവത്തിന് അറിയപ്പെടുന്നവനാണോ, അല്ലെങ്കിൽ ഞാൻ ലോകത്തിൻ്റെ ഭാഗമായിട്ടാണോ ജീവിക്കുന്നത്? പ്രിയ ദൈവമക്കളെ, ഈ വചനത്തിൽ പറയുന്നത് കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നാണ്. കർത്താവിൽ പ്രിയരെ, ഇതൊരു നിർദ്ദേശമല്ല, മറിച്ച് ഇത് ഒരു നിർബന്ധമാണ്. കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം മതിയാകില്ല എന്നാണ് ഈ വചനവാക്യം നമ്മോട് പറയുന്നത്. നാം അനീതിയെ വിട്ടകലണം. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം, നിന്റെ ജീവിതം മാറ്റണം. അതാണ് ഈ തിരുവചനം നമ്മോട് വിളിച്ചു പറയുന്നത്. പ്രിയ ദൈവമക്കളെ, എന്താണ് അനീതി എന്ന് അറിയാമോ? കളവ്, ദേഷ്യം, നിന്റെ അഹങ്കാരം, നിന്റെ ക്ഷമിക്കുവാനാകാത്ത ആ കഠിനമായ മനസ്സ്, അനീതിയുള്ള നിന്നിലെ പ്രവർത്തികൾ. എന്നാൽ നീ ക്രിസ്തുവിന്റെ അനുയായിയായി മാറണമെങ്കിൽ പാപത്തിൽ നിന്നും വിട്ടകലുക, നീ നീതിയിൽ വളരുക, നീ വിശുദ്ധിയിൽ നടക്കുക. ആമേൻ, ഹല്ലേലൂയ. അതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. റിപ്പന്റൻസ് ഈസ് നോട്ട് വേർഡ്സ്, ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് കർത്താവിൻ്റെ മുദ്ര എന്നറിയാമോ? ഈ വചനത്തിൽ മുദ്ര എന്നത് ഒരു അടയാളമാണ്. പ്രിയ ദൈവമക്കളെ, നീ ആരുടേതാണ്? നീ ലോകത്തിൻ്റെതാണോ, അല്ലെങ്കിൽ നീ ദൈവത്തിൻ്റെതാണോ? വിശുദ്ധമായ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച വിശുദ്ധ മൂറോനാൽ പുരോഹിതൻ നിനക്ക് നൽകി തന്ന ദൈവിക കരങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട ആ നിമിഷങ്ങളിൽ നിന്റെ നെറ്റിയിൽ വരച്ച കുരിശടയാളം, ആ മുദ്ര, ആ വിശുദ്ധ മുദ്ര, അതേ പരിശുദ്ധിയിൽ തന്നെ നീ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. നിനക്ക് കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ? അതിനുവേണ്ടി നീ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടോ? ആ വിശുദ്ധത നമ്മിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് നാം ചിന്തിക്കണം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ മുദ്രയുള്ളവർ സ്നേഹത്തിൽ ജീവിക്കുന്നു, അവർ സത്യത്തിൽ നിലകൊള്ളുന്നു, അവർ വിശുദ്ധിയിൽ നടക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നു നാം
നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഞാൻ കർത്താവിൻ്റെ ദാസനാണോ, അതോ ഞാൻ കർത്താവിൻ്റെ ദാസിയാണോ? ഞാൻ അനീതി വിട്ടകന്ന് നിൽക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുദ്ര ഇപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും, നീ എന്നെ അറിയുന്നു തമ്പുരാനേ. കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. എൻ്റെ അനീതികളെ നീക്കി എന്നെ ഒന്ന് പുതുക്കണമേ. നിന്റെ വിശുദ്ധ മുദ്രയുള്ളവളായി തമ്പുരാനെ എന്നെയൊന്ന് ആക്കി തീർക്കുമാറാകണമേ. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.